കൂട്ടുകാരെ, ഇതാണ് ചിത്തിരപ്പാല. കണ്ടില്ലേ, നിറച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ചിത്തിരപ്പാല നല്ലൊരു ഔഷധമാണ് കേട്ടോ. ഇതൊക്കെ തള്ളിക്കളയുന്നത് നമ്മളൊക്കെ ഇതെല്ലാം അങ്ങ് തള്ളിക്കളയും. കണ്ടില്ലേ, ഇത് ധാരാളം പിടിച്ചെടുക്കുന്നുണ്ട് ചിത്തിരപ്പാല, നിറച്ച് പിടിക്കും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ കറ കണ്ടോ, ഒരു പാല് കണക്ക് വരുന്നേ, പാല് കണക്ക് വരുന്ന ഈ കറ അരുമ്പാറയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഈ അരുമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കൊക്കെ ഈ കറ തൊട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. അരുമ്പാറയും പാലുണ്ണിയൊക്കെ പൊഴിഞ്ഞു പോകും. ഒരു 14 ദിവസം ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ഇത് പൊട്ടിച്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പൂവില്ലേ, ഈ പൂവ് കണ്ടില്ലേ, ഈ പൂവ് എടുത്ത് അരച്ച് നിറയെ പൂ നിൽക്കുന്നുണ്ട്. ഈ പൂവ് എടുത്ത് അരച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇല, പൂവ് ചേർത്ത് അരിഞ്ഞ് തോരൻ വെച്ച് നെയ്ക്കകത്ത് വാട്ടി കഴിച്ചാൽ വായ്പുണ്ണിന്, ചുണ്ടുവിണ്ടുകീറലിന്, അൾസറിന് എല്ലാം ഉത്തമമാണ്. ഇത് നാട്ടുവൈദ്യമാണ് കേട്ടോ. ഇതൊക്കെ പഴയ കാലത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഔഷധ ചെടിയാണ്. എല്ലാവരും ഇത് എവിടെ നിന്ന് കണ്ടാലും ഇത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. നല്ല ഔഷധ ചെടിയാണ്. ഇവിടെ എല്ലാം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം നിൽപ്പുണ്ട് കണ്ടോ, നിറച്ച് ഇങ്ങനെ പിടിച്ച് കിടക്കും. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. അരുമ്പാറയ്ക്ക്, അൾസറിന്, വായ്പുണ്ണിന്, ചുണ്ടുവിണ്ടുകീറലിന് എല്ലാത്തിനും നല്ലതാണ്. ഓക്കേ, ഇതിൻ്റെ പേര് ഞാൻ ഒന്നും കൂടെ പറയാം. ഇതാണ് ചിത്തിരപ്പാല കേട്ടോ. ചിത്തിരപ്പാല എല്ലാവരും കൂടെ ഒന്ന് കണ്ടോ, ചിത്തിരപ്പാല.